സ്ട്രീറ്റ് ഫുഡ് കേരളയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പട്ടാമ്പി തൃത്താല റൂട്ടിലെ ഞാങ്ങാട്ടിരിയിലാണ്. ഞാങ്ങാട്ടിരി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീട്ടിലെ ഊണ് കഴിക്കാനാണ്. വീട്ടിലെ ഊണെന്ന് പറഞ്ഞാൽ നിറയെ സ്ഥലത്ത് വീട്ടിലെ ഊണൊക്കെ ഉണ്ട്. പക്ഷേ ഒരു യഥാർത്ഥ വീട്ടിലെ ഊണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കട. അതായത് നമ്മൾ വീട്ടിൽ കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് മുരിങ്ങ, കപ്പ, ചേമ്പ്, ചേന, അങ്ങനെ നമ്മൾ വീട്ടിൽ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം കിട്ടുന്ന തരത്തിലുള്ള ഒരു കടയിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. കടൻ്റെ പേര് തറവാടാണ്. ഒരു 10 വർഷത്തിന് മുകളിലായി ബഷീർക്കയും കുടുംബവും അവർക്ക് വീട്ടിലുണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കട. 2:30 മണിക്ക് ഏതാണ്ട് ഊണിവിടെ തീരും. ലോക്ക്ഡൗണിന് മുമ്പ് അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഏകദേശം അതേപോലെ തന്നെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങളും രുചികളും അതാണ്. അപ്പോൾ കഴിക്കാം. മറ്റേ മീനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടാണ് മീനുകളെ. അമൂറ് വേറെ, ചൂര വേറെ. സ്പെഷ്യൽ ഫാമിലി ഫുഡാണ്, വീട്ടു ഭക്ഷണമാണ്. അത് കാലത്ത് നമ്മൾ റെഡിമെയ്ഡായിട്ടൊന്നുമില്ല. കാലത്ത് വെള്ളപ്പം, പുട്ട്, പൂരി, പൊറോട്ട, അതിലേക്കുള്ള കറികൾ, ഗ്രീൻ പീസ്, കടല, മുട്ടക്കറി, മുട്ട റോസ്റ്റ്, മീൻകറി, ബീഫ് ഫ്രൈ, ചിക്കൻ കറി, അങ്ങനെ ഐറ്റംസ്. പിന്നെ ഉച്ചക്ക് ചോറ്, മീൻ വറുത്തത്. ഇപ്പോൾ നമ്മൾ റെഡിയിൽ ഊണും മീനും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഊണിന് എത്ര രൂപയാണ്? ഊണിന് 50 രൂപ. 50 രൂപ. ഫിഷ് ആകുമ്പോൾ ചിലത് മത്തിക്കാകുമ്പോൾ 2 മത്തിക്കാകുമ്പോൾ 25 രൂപ. പിന്നെ അങ്ങനെ കഷ്ണ മീനൊക്കെ 30 രൂപ, 40 രൂപ. മീനിന്റെ വില അനുസരിച്ചിട്ടുള്ള റേറ്റ് ഉണ്ടാവും. ഇപ്പോഴത്തെ മീന് ചൂരുണ്ട്, പുതിയാപ്പിളക്കോരുണ്ട്, പിന്നെ കണ്ണുണ്ട്, പിന്നെ മത്തി, ആമൂറ്. സൗദിയിലൊക്കെ എല്ലാ ദിവസവും മീനുണ്ടാവും. പിന്നെ നമ്മുടെ ഊണിന്റെ കൂടെ കപ്പ ഊണ് കൂട്ടി ദിവസം മാറിക്കൊണ്ടിരിക്കും. കൂട്ടുകറി കപ്പ ഉണ്ടാവും, കപ്പ ഇണ്ണിത്തണ്ടും പയറുണ്ടാവും, അത് ഇണ്ണിത്തണ്ടും മുതിര ഉണ്ടാവും. പിന്നെ മുരിങ്ങടല, പൂളക്കിഴങ്ങ് ഉണ്ടാവും. നാടൻ ഭക്ഷണം അല്ലേ? വീട്ടില് നിങ്ങൾ തന്നെയാണ് എല്ലാവരും തയ്യാറാക്കുന്നത്? ഭാര്യയും ഭർത്താവും കുട്ടികളും തയ്യാറാക്കുന്നത്. ഓക്കെ. ഭർത്താവില്ല. ഞങ്ങൾ ഉച്ചവരെ കച്ചവടം കഴിഞ്ഞാൽ ചോറിന്റെ കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് തുറക്കും. 6 മണിക്ക് തുറക്കും. എത്ര മണി വരെ ഉണ്ടാവും? ഏകദേശം 2:30 മണി വരെ ഉണ്ടാവും. കഴിഞ്ഞ ഊണ് കഴിഞ്ഞാൽ നടക്കും. എനിക്ക് സ്ഥിരമായിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ. ഇനിയിപ്പോ ഇത് വീഡിയോ കണ്ടിട്ട് ഇനി പുറത്തുനിന്ന് ആളുകൾ വരുന്നാലുള്ളൂ. അവിടെ വന്ന് ഊണൊക്കെ കഴിച്ചു നോക്കാം. നമുക്ക് ഊണൊക്കെ കഴിച്ച് ഊണിന് ആൾക്കാർക്ക് വരും. എല്ലാവരും ഭക്ഷണം കൊടുക്കും. ഇവിടെ വന്നവര് പിന്നെ ഇങ്ങോട്ട് തന്നെയാണ് വരുള്ളൂ. നല്ല അഭിപ്രായമാണ്. പട്ടാമ്പി ഞാങ്ങാട്ടിരി PK കട റോഡ്, തൃത്താല റോഡ് എന്ന് പറയും. തൃത്താല റോഡ്, പട്ടാമ്പി തൃത്താല റോഡ് അല്ലേ? ഡിഫറെൻറ്റ് ഇവിടുത്തെ കൂട്ടുകറികൾ
വളരെ ടേസ്റ്റാണ്. ഓരോ ദിവസവും ഓരോ വെറൈറ്റി ഐറ്റംസുകളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ നാടൻ ഭക്ഷണം പോലെ വളരെ ക്ലിയറായിട്ടുള്ള വളരെ നൈസായിട്ടുള്ള ഭക്ഷണമാണ്. വളരെ ടേസ്റ്റിയോടെ ഉള്ള എന്തായാലും അതിൻ്റെ കൂട്ടുകൾ പീരിയലൊക്കെ വളരെ ടേസ്റ്റിലാണ്. പിന്നെ ബീഫായാലും മീൻ പൊരിച്ചായാലും ഓരോ വെറൈറ്റികളും എല്ലാ ദിവസവും ഉണ്ടാവും. വളരെ കണ്ണിങ്ങായിട്ടുള്ള ഭക്ഷണമാണ്. ഇന്നുള്ളത് കപ്പയാണ്. കപ്പയുടെ ടേസ്റ്റ് നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും എടുത്ത് ഒന്നുകൂടി നമുക്കറിയാം ഇവിടുത്തെ കണ്ണിങ് ആയിരിക്കും എന്നുള്ളതും വളരെ സെറ്റപ്പായിരിക്കും ഭക്ഷണമായിരുന്നത്. കാരണം നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. വളരെ നല്ല ഭക്ഷണമായിരിക്കും. ഇന്ന് ഊണിന് എന്തൊക്കെ സ്പെഷ്യല്? ഇന്ന് മീൻ പൊരിച്ചുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, മീൻ വറുത്തത്, എന്തൊക്കെ മീന് മറ്റേ അയില ചൂരുണ്ട്, മത്തിയുണ്ട്, അമറുണ്ട്. ഇതിപ്പോ എന്തൊക്കെയാണ് സാധനങ്ങൾ? വെണ്ടക്കപ്പേരി, ഇത് പൂളക്കിഴങ്ങ്, നമ്മളെ തൊടിയിൽ വെണ്ടക്കൻ്റെ അച്ചാറ്. അയവ വെണ്ടക്ക അച്ചാറ് അങ്ങോട്ട് കഴിച്ചു നോക്കാം. വെണ്ടക്ക അച്ചാർ എന്നാ ചോറുണ്ടോ? ഇതെന്ത് അരിയാണ്? ജയാരി. കറികൾ എന്തൊക്കെ ഉണ്ട് ഇതിന്? സാമ്പാറുണ്ട്. അപ്പം എന്നാൽ കുറച്ച് മീൻ കറി ആദ്യം. കറിയിൽ മീനൊക്കെ ഉണ്ട്. മത്തി അതാ മത്തി കറി കുറച്ച്. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാർ നോക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് സാധനങ്ങൾ എന്തൊക്കെ വരാണ്ട്? പപ്പടമൊക്കെ വരാണ്ട്. മീൻ നമുക്ക് അതെ മത്തി ഒരു മത്തി വെക്കുമോ? അതാ പിന്നെ ഒരു 50 രൂപ. ഓക്കെ. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഒന്ന് പറയും, വില എങ്ങനെയാണ്? മത്തി 40, 15. ഓക്കെ. അപ്പോൾ ഒന്ന് കഴിച്ചട്ടെ. ഊണ് വന്നു. ഊണിൻ്റെ വില 50 രൂപയാണ്. 50 രൂപേൻ്റെ ഊണിൻ്റെ കൂടെ നല്ല കപ്പക്കൂട്ട്, വെണ്ടയ്ക്ക ഉപ്പേരി, വെണ്ടയ്ക്ക അച്ചാറ്, പിന്നെ മീൻകറിയുണ്ട്, സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, പിന്നെ മോരുണ്ട്, രസമുണ്ട്. ഇതെല്ലാം ഉണ്ട് 50 രൂപ. മീൻ വേണ്ടവർക്ക് അത് വാങ്ങാം. ഒരു 3-4 തരം മീൻ എല്ലാ ദിവസവും ഉണ്ടാവും അവിടെ. ഇതിന് കഴിച്ചു നോക്കാം. മീൻകറി വീട്ടിലെ സ്റ്റൈൽ മീൻകറിയാണ്. ഒരുപാട് മസാലക്കൂട്ടുകളൊന്നുമില്ല. സാധാ വീട്ടിൽ വെക്കുന്ന അതേപോലെ. പക്ഷെ അവിടുത്തെ ഹൈലൈറ്റ് സാധനം എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം കപ്പ പുഴുങ്ങിയിട്ട് നല്ല വെറുതെ കഴിക്കാം. ചോറിൻ്റെ കൂട്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ അങ്ങനെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കപ്പയും പൊളിയാ. ഞാൻ മീൻ ടേസ്റ്റ് നോക്കണ്ടേ? ഇതിൻ്റെ മസാലകൾ ഞാൻ അമൂർ മീന അമൂർന്നാ പറയാം. അത് അറബി നാട്ടിലൊക്കെ വാങ്ങുന്നത്. മീൻ നല്ല നമ്മൾ കാണേണ്ട വൈറ്റ് കളർ ഫ്രഷ് മീനാണ്. പിന്നെ കുറച്ച് ഉപ്പൂടില്ല. ഊണ് കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ഊണിൻ്റെ കൂടെ. ഇപ്പം മീനിന് പൊതുവെ വില കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പീസിന് 40 രൂപയൊക്കെ ചോറിൻ്റെ കൂടെ പറ്റും. ചോറ് മീൻ പറയാം. ഇതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയ കറികൾ. വെണ്ടയ്ക്ക ഉപ്പേരി നല്ല ഭക്ഷണമാണ് കേട്ടോ. നല്ല നീറ്റാണ്, ക്ലീനാണ്, നല്ല ഭക്ഷണമാണ്. ഇത് നമ്മുടെ മത്തി വിട്ടിട്ട് നമ്മളൊരു കളിയില്ല. മത്തി ചോറ് നമ്മളെ പോലെ ആദ്യം പറയുന്ന മീനാണ് മത്തി. നല്ല സൂപ്പർ മത്തി കേട്ടോ. അപ്പോൾ നാടൻ ഊണ് കഴിക്കാനും നമ്മുടെ സാധാരണ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നാടൻ ഊണ് കഴിക്കാവുന്നൊരു കടയാണ്. അവിടെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരു സ്ഥലം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുക്കേണ്ടെങ്കിലും ഒന്നുകൂടി പറയാം. പട്ടാമ്പി തൃത്താല റോഡിൽ ഞാങ്ങാട്ടിരിയിലാണ് ഈ കടയുള്ളത്. കുറേ വർഷങ്ങളായിട്ടുള്ള കടയാണ്. ഫാമിലി ആയിട്ട് നടത്തുന്ന ഒരു നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു കട. അപ്പോൾ ഇതുപോലെ കിടലൻ രുചി വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു രുചി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.